നമുക്ക് മലയാളികൾക്ക് കേട്ടുമാത്രമാണ് പരിചയമെങ്കിൽ തമിഴ് മക്കൾക്ക് ഹൃദയത്തിൻ്റെ ഭാഗമാണ് കച്ചത്തീവ്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കുമിടയിൽ അതിരുചാലായ പാക് കടലിടുക്കിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശം. കാഴ്ചയിൽ ഇന്ത്യയുടേതാണോ ശ്രീലങ്കയുടേതാണോ എന്ന് ചോദിച്ചാൽ ചരിത്രമറിയാത്തവർ ഒന്ന് സംശയിക്കും. അത്രമേൽ ഇന്ത്യയുമായി ചേർന്ന് കിടക്കുന്ന ഇന്ത്യയുടേതെന്ന് തോന്നിപ്പിക്കുന്ന പ്രദേശമാണ് കച്ചത്തീവ്. വലിയ വിവാദമാണ് ഈ ദ്വീപ് പ്രദേശത്തെ ചൊല്ലി ഇപ്പോൾ ഉയരുന്നത്. ഇന്ത്യയുടെ ഭാഗമായിരുന്ന കച്ചത്തീവിനെ തമിഴ് വികാരം മാനിക്കാതെ കോൺഗ്രസ് ശ്രീലങ്കയ്ക്ക് തീരെഴുതി കൊടുത്തു എന്നാണ് പ്രധാനമന്ത്രി തെളിവ് സഹിതം ഉന്നയിക്കുന്ന ആരോപണം. ലക്ഷ്യം തമിഴ്നാട്ടിലെ വോട്ടാണെങ്കിലും പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കോൺഗ്രസിന് വലിയ കുരുക്കാണ്. എന്തിന് കച്ചത്തീവ് ശ്രീലങ്കയ്ക്ക് കൊടുത്തുവെന്ന് തമിഴ് മക്കൾ നെഞ്ചുവിരിച്ചു നിന്ന് ചോദിച്ചാൽ മറുപടി പറയേണ്ടി വരിക കോൺഗ്രസ് മാത്രമായിരിക്കില്ല, DMKയും കൂടെയാണ്. ഇക്കാലം അത്രയും തമിഴകം ഭരിച്ചിട്ടും ഇക്കാര്യത്തിൽ കലൈഞ്ജർ കരുണാനിധിയോ മകൻ സ്റ്റാലിനോ ഒന്നും പറഞ്ഞിട്ടില്ല. വർഷങ്ങൾക്ക് മുൻപ് കോൺഗ്രസ് ഉണ്ടാക്കിയ കരാർ റദ്ദാക്കണമെന്നും കച്ചത്തീവ് തിരിച്ചുപിടിക്കണമെന്നും ജയലളിത ആവശ്യപ്പെട്ടതുകൊണ്ട് ADMKയ്ക്ക് തൽക്കാലം പിടിച്ചു നിൽക്കാം. BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ മുൻ IPS ഓഫീസർ കൂടിയായ K. അണ്ണാമലയ്ക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് 1974 കോൺഗ്രസ് കച്ചത്തീവ് തീരെഴുതി നൽകിയത് വ്യക്തമായത്. 1961 മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഒരു അനൗദ്യോഗിക യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ അണ്ണാമലയ്ക്ക് ലഭിച്ച വിവരാവകാശ മറുപടിയുമായി ബന്ധപ്പെട്ട് ചർച്ചയാകുന്നത്. ഈ യോഗത്തിൽ വെച്ചാണ് ജവഹർലാൽ നെഹ്റു കച്ചത്തീവ് വിട്ടുകൊടുക്കുന്നതിൽ ഇന്ത്യക്ക് പ്രശ്നമില്ലെന്ന് തുറന്നു പറഞ്ഞത്. അതിൻ്റെ മിനിറ്റ്സാണ് അണ്ണാമലയും BJPയും കോൺഗ്രസിനെതിരായ ആയുധമായി ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. കച്ചത്തീവ് നിഷ്കരണം കൈവിട്ടത് തമിഴ് മക്കളോട് കാട്ടിയ കടുത്ത അപരാധമെന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. കോൺഗ്രസിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുതെന്നാണ് കച്ചത്തീവ് കൈമാറ്റം ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ് ജനതയോട് പറയുന്നത്. പിറന്ന മണ്ണിനോടും ഭാഷയോടും ഉയരിനോടെന്ന പോലെ സ്നേഹമുള്ള തമിഴ് മക്കളുടെ വികാരം ആളിക്കത്തിക്കാൻ ഇതിലും പോകുന്ന മറ്റൊരു തെരഞ്ഞെടുപ്പ് വിഷയം ചിലപ്പോൾ ഇക്കുറി ഉണ്ടായേക്കില്ല. കച്ചത്തീവ് വിട്ടുകളയാൻ കോൺഗ്രസ്സുകാർക്ക് യാതൊരു മാനസിക പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നാണ് BJP ഉയർത്തുന്ന വാദം. ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും ഇല്ലാതാക്കുകയായിരുന്നു കോൺഗ്രസ് എന്നാണ് മോദി പറയുന്നത്. BJP ഇത് വരും നാളുകളിൽ തിരഞ്ഞെടുപ്പ് കളത്തിൽ പ്രത്യേകിച്ച് തെക്കൻ സംസ്ഥാനങ്ങളിൽ കത്തിക്കുമെന്നതിന് സംശയം വേണ്ട. ഇന്ത്യൻ തീരത്ത് നിന്ന് 16 കിലോമീറ്ററാണ് കച്ചത്തീവിലേക്കുള്ള ദൂരം. രാമേശ്വരത്ത് നിന്ന് നോക്കിയാൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടേക്കാവുന്നത് വലിയൊരു ഭൂപ്രദേശമൊന്നുമല്ല. ആകെ വലിപ്പം 1.9 ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ അങ്ങനെ പറയുമ്പോൾ കുറച്ചുകൂടി പ്രദേശവൽക്കരിക്കാം. തമിഴ്നാട്ടിലെ തീരത്തുനിന്ന് മീൻ പിടിക്കാൻ കടലിൽ പോകുന്നവർ തമ്പടിച്ചിരുന്ന പ്രദേശമായിരുന്നു കച്ചത്തീവ്. അത് ചരിത്രം. 1974 വരെ അങ്ങനെയായിരുന്നു. ശ്രീലങ്കയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളും ഇങ്ങനെ കച്ചത്തീവിലെത്തിയിരുന്നു. കച്ചദ്വീപ് എന്നാണ് ഇത്ര വായിക്കേണ്ടത്. അതായത് കച്ച എന്ന് പറഞ്ഞാൽ അഴുക്ക്, അഴുക്ക് നിറഞ്ഞ ദ്വീപ്. തമിഴ് വാമൊഴി വഴക്കത്തിൽ അത് കച്ചത്തീവായി. സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപ് രാമനാഥപുരം രാജാവിൻ്റെ അധീനതയിലായിരുന്നു കച്ചത്തീവ്. അതായത് ചരിത്രം നോക്കിയാൽ ഇന്ത്യയുടെ സ്വന്തമായിരുന്നു ഈ ഭൂപ്രദേശം. ബ്രിട്ടീഷ് ഭരണകാലത്തു തന്നെ 1921 കച്ചത്തീവ് സിലോണിൻ്റെ ഭാഗമാണെന്ന് വാദമുണ്ടായിരുന്നു. 1956 ശ്രീലങ്ക കച്ചത്തീവിൽ ആദ്യമായി അവകാശവാദം ഉന്നയിക്കുന്നത്. പ്രാചീന ഭൂപടങ്ങളിൽ കച്ചത്തീവ് സിലോണിൻ്റെ ഭാഗമായിരുന്നുവെന്നാണ് അവർ അതിന് കാരണമായി ചൂണ്ടിക്കാണിച്ചത്. കച്ചത്തീവ് മത്സ്യത്തൊഴിലാളികളുടെ താവളം എന്നതിനപ്പുറം പ്രശസ്തമാകുന്നത് അവിടെയുള്ള ഒരു ക്രൈസ്തവ ദേവാലയത്തിൻ്റെ പേരിലാണ്. അന്തോണിസ് പുണ്യവാളൻ്റേതാണ് ഈ പള്ളി. വർഷം തോറും ഇവിടെ നടക്കുന്ന പെരുന്നാളിൽ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും നിരവധി ക്രൈസ്തവ വിശ്വാസികളാണ് പങ്കെടുക്കാറുള്ളത്. പെരുന്നാൾ കാലത്ത് മാത്രമാണ് മത്സ്യത്തൊഴിലാളികൾ അല്ലാത്തവർ കച്ചത്തീവിൽ കാലുകുത്തുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം 1949 1955 ഇന്ത്യയും ശ്രീലങ്കയും സൈനികാഭ്യാസം നടത്തുന്നതിന് പരസ്പരം ആലോചന നടത്തിയിട്ടുണ്ട്. രണ്ടു രാജ്യങ്ങളും ദ്വീപിലുള്ള പരമാധികാരം അംഗീകരിച്ച് പോന്നിരുന്ന സമയമായിരുന്നു അത്. എന്നാൽ 1956 അന്തോണീസ് പുണ്യവാളൻ്റെ പെരുന്നാളിന് ശേഷം കാര്യങ്ങൾ തകിടമറിയുകയായിരുന്നു. കച്ചത്തീവിൽ അധികാരവും അവകാശവുമുണ്ടെന്ന് ശ്രീലങ്ക ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചു. വിട്ടു നൽകണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ടു. 1968 ഇന്ത്യ സമുദ്രാതിർത്തി വർദ്ധിപ്പിച്ചതോടെ സാങ്കേതികമായി കച്ചത്തീവ് ഇന്ത്യയുടെ ഭാഗമായി. ഇത് പ്രശ്നം വീണ്ടും സജീവമാക്കി. 1970 ശ്രീലങ്കയും സമുദ്രാതിർത്തി നിർണയിച്ചു. ഇതോടെ കച്ചത്തീവ് അവരുടെയും സമുദ്രാധികാര പരിധിയിലായി. കച്ചത്തീവ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വലിയ ചർച്ചാ വിഷയമായി. അന്ന് കേന്ദ്രം ഭരിച്ചിരുന്നത് കോൺഗ്രസ് സർക്കാർ, പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ജവഹർലാൽ നെഹ്റുവിനും കച്ചത്തീവ് വിട്ടുകൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. കൊളംബോയിലും ന്യൂഡൽഹിയിലുമായി ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ചർച്ചകളുടെ തുടർച്ചയായാണ് കച്ചത്തീവ് വിട്ടുകൊടുക്കാൻ ധാരണയായത്. 1974 ജൂലൈ 28 ഇന്ദിരാഗാന്ധിയും അന്നത്തെ ശ്രീലങ്കൻ പ്രധാനമന്ത്രിയും തമ്മിൽ
കരാർ ഒപ്പുവെച്ചതോടെ ശ്രീലങ്കയുടെ അവകാശവാദം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടു. കച്ചത്തീവ് അന്നു മുതൽ ശ്രീലങ്കയുടെ ഭൂപ്രദേശമാണ്. 13 തീരദേശ ജില്ലകളിലായി 15 മണ്ഡലങ്ങളാണ് കച്ചത്തീവിലുള്ളത്. ഈ മണ്ഡലങ്ങളിൽ മത്സ്യത്തൊഴിലാളി വോട്ടുകൾ വളരെ നിർണായകമാണ്. അടുത്ത കാലത്ത് പോലും തമിഴ്നാട്ടിൽ നിന്ന് മീൻ പിടിക്കാൻ പോയ നിരവധി മത്സ്യത്തൊഴിലാളികളെയാണ് സമുദ്രാതിർത്തി ലംഘിച്ചു എന്ന കാരണം പറഞ്ഞ് ശ്രീലങ്കൻ സൈന്യം പിടിച്ചുവെച്ചത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്ക പിടിച്ചുവെക്കുന്നത് വലിയ തോതിൽ ഈ മേഖലകളിൽ കേന്ദ്രത്തിനെതിരായ വികാരമുയർത്തുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് കച്ചത്തീവിൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചുവെന്ന് BJP ഇപ്പോൾ പ്രചരിപ്പിക്കുന്നതിന് ആധാരം. കോൺഗ്രസിൻ്റെ പിടിപ്പുകേടാണ് ഇതിന് കാരണം എന്ന് ആരോപിക്കുന്ന BJP ഇപ്പോൾ ഈ വിഷയം ഉന്നയിക്കുന്നത് തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളി മേഖലകളിലെ വൻ വോട്ട് മുന്നിൽ കണ്ടു തന്നെയാണ്. കച്ചത്തീവ് ഉയർത്തി BJPക്ക് നേട്ടമുണ്ടാക്കാനാകുമോ എന്ന് തമിഴ് മക്കളാണ് പറയേണ്ടത്. അവരുടെ ജനമനസ്സാണ് വിധി എഴുതേണ്ടത്. കാത്തിരിക്കാം ജൂൺ 4 വരെ.